അങ്ങനെ തായ്ലാൻഡ് ബാങ്കോക്കിലാണ്. ഞാനിപ്പോൾ ഈ സ്ട്രീറ്റിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബ്രദർ ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവർ കാറിന് നമ്മളെ കൊണ്ടുനടന്ന് ഫുള്ള് കാണിച്ച് ഫുള്ള് നമുക്ക് ആ ഒരു 3-4 മണിക്കൂർ എത്രയാവുമെന്ന് കറക്റ്റ് അറിയില്ല, നമ്മുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ഫുള്ള് ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയേക്കണേണ്. എൻ്റെ അടുത്ത് ഡിസ്കൗണ്ടൊക്കെ പറഞ്ഞിട്ട് 500 ഭാഗത്താണ് പറഞ്ഞേക്കണത്. നമുക്ക് നോക്കാം എത്ര നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നുള്ളത്. അപ്പം ഞാൻ വണ്ടി കയറി ഇപ്പോഴൊരു ബ്ലോക്കിൽ പെട്ട് കിടക്കണതാണ്. ആദ്യം പോകുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നൺ പുള്ളിക്കാരൻ്റെ പേര് നൺ എന്നാണ്. കിടലും പേര് നമ്മുടെ നണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പേടിച്ചു പോകും. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. നമ്മളിപ്പോൾ പോണ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പേര് ദംനൻ നയ, ദംനൻ സഡ്വ. പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നെയാണ്. അതായത് എൻ്റെ അടുത്ത് നമുക്ക് താങ്ക് യു എന്ന് പറയില്ലേ, താങ്ക് യു എന്ന് പറയണത് നമ്മള് കപ്പുൻക എന്ന് പറയും. നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് യെസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയാം. അപ്പൊ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ്, നോ എന്ന് പറഞ്ഞാൽ മൈ ചായ്. നിങ്ങൾക്ക് കൂടെ അറിയണ്ട, കുറച്ചൊക്കെ പഠിക്കാലോ. എന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഐ ലവ് യു എന്ന് പറഞ്ഞത് ചല്ലാക്കൂൺ. ബ്യൂട്ടിഫുൾ കുൻസുവായ്. അയ്യോ, ആള് പാവണ്ട. കുറെ കാര്യങ്ങളൊക്കെ ഫണ്ടാണ്, ഭയങ്കര ഫണ്ടാണ്. ഞാനിങ്ങനെ അതുകൊണ്ടിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങളെ കൂടെ കേൾപ്പിക്കാൻ വിചാരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഹലോ, നമ്മള് നമസ്കാരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓക്കെ. അടിപൊളി. എന്തായാലും നൈസാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ ആഗ്രഹമാണ് തായ്ലാൻഡ് ഇങ്ങനെ സമയം കിട്ടണ പോലെ, ചാൻസ് കിട്ടണ പോലെയൊക്കെ ഓരോരോ ഏരിയകൾ വന്ന് ഇങ്ങനെ കവർ ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാം എനിക്ക് ഫസ്റ്റ് എന്റെ എന്താ പറയുക, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ തായ്ലാൻഡാണ് ഇങ്ങനെ കറങ്ങിടന്ന് കാണണം. ഇതേപോലെ ഓരോരോ കൺട്രീസും എനിക്ക് കറങ്ങി ഇങ്ങനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെയും ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങളും നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ കൊണ്ടിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യണം. ഓരോരോ ചെറിയ ഫണ്ണായിട്ടുള്ള മൂവ്മെന്റ്സ് പോലും ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ രസമാണ് ഓരോ ടൈമിലൊക്കെ. പിന്നെ ചില ടൈം വിട്ടുപോകും. ഓക്കെ, ബാബായി സെയിം തന്നെയാണ്, അതിന് മാറ്റൊന്നുമില്ല. അതേ ഇവിടെ എന്തായാലും സെയിം ആണല്ലേ. നങ് സോങ് സാങ് സിങ് എന്താ സംഭവം പറയാ, അത് തന്നെ 1 2 3 4 5 നങ് സോങ് സാങ് സിങ് 1 2 3 4 5 ഒരുപാട് സംഭവങ്ങൾ പുള്ളി പഠിപ്പിക്കണ്ടിട്ട്. മിക്കവാറും ഞാനിവിടെ തായ്ലാൻഡുകാരനാവുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഗൈസ്, അങ്ങനെ ഫൈനലി ദംനം സഡ്വ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ദംനം സഡ്വ, ലെറ്റ്സ് ഗോ. 1820ริมน้ำค่ะกลับก่อนเวลา Okay ค่ะ you can sit down first. You see the program. ഇതുണ്ടല്ലേ, ഇതാണ് ഇവരുടെ ടിക്കറ്റ് ചാർജ് വന്നത്. അത് 7500 ബാത്താണ്
അത് ഇത്രയും ഈ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾക്ക് ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ ബോട്ട് നടത്തി ചുറ്റണമെങ്കിൽ 5,000 ബാത്ത്, അതേപോലെ തന്നെ 7,500 ബാത്ത്, 4,000 ബാത്ത്, ഇതാണ് അവരുടെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് പോലുള്ള സംഭവങ്ങൾക്ക് 500 ബാത്ത്, 1,000 ബാത്ത്, 700 ബാത്ത്. ആക്ച്വലി ഇവർ നമ്മളവിടുന്ന് കയറ്റാൻ പോകുന്ന ടൈമിൽ, നമ്മളവിടുന്ന് ടാക്സി എടുക്കുന്ന ടൈമിൽ നമ്മളടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് അവിടെ പോകാം, വെറുതെ എനിക്കിത്ര തന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവം നടന്നു. അവിടുന്ന് അഡ്വാൻസിൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും എക്സ്പെൻസ് ഇവിടെ വരുമ്പോഴേ ആകും, നമ്മുടെ അതും കൂടെ പറഞ്ഞിട്ട് കയറ്റിയായിരുന്നെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1 hour 2 hour അടുപ്പിച്ച് ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നിട്ട് ഇതാണ് ചാർജ് പറയുന്നത്. നോക്കാം എന്ത് നടക്കും നോക്കാം, എന്താണെങ്കിലും നിങ്ങളെ അറിയിക്കാം. ഗൈസ്, അങ്ങനെ ഒരു അരമണിക്കൂർത്തെ ഞാനും നന്നും തമ്മിലുള്ള ഡിസ്കഷനോടൊടുവിൽ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. 7,000-7,500 പറഞ്ഞ ബോട്ടിങ് ഞാൻ സംസാരിച്ച് 2,000 ബാത്ത് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിൽ 1 hour ആണൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ 2 hours എങ്കിലും എനിക്ക് ബോട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവസാനം 2,000 ബാത്തിൽ ഒരു ബോട്ട് റെഡിയാക്കി 2 hours എനിക്ക് ഇവിടെ മാർക്കറ്റ് കറങ്ങാൻ പറ്റും. പിന്നെ ഇത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ വരുമാന മാർഗ്ഗമാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ നൺബ്രോനെ കുറ്റം പറയില്ല, കാരണം അവർക്കും ജീവിക്കണമല്ലോ, അവർക്ക് ഇതൊക്കെ കൊണ്ടുള്ള വരുമാനമല്ലേ. ഓക്കെ, എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാമെന്ന് വിചാരിച്ച് ബോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കയറാം. ഹായ്. നൺബ്രോ കയറിയില്ല, ഞാൻ നൺബ്രോൻ്റെ അടുത്ത് മന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ നൺബ്രോ വന്നില്ല. പുള്ളിക്കാരൻ അതുവഴി അവിടെ സ്കൂട്ടായി നൈസായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരുടെ ബിസിനസ്സാണ്. ഇതിനകത്ത് ഇവിടെയൊക്കെ പല ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ പിന്നെ അതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും പറയണില്ല. പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരെയും കൂടെ നമ്മൾ അവരുടെ വാക്യം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. പിന്നെ ഇവിടുത്തെ തായ്ലാൻഡിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ അത് കണ്ടില്ല വന്ന നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് പോയി കണ്ടിട്ട് തന്നെ തിരിച്ചു പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് കയറി ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർ ബ്രോ ഫുള്ള് പൊളിയാണ്, വേറെ ലെവലാണ്. അടിപൊളി ഗൈസ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്, നല്ല വെയിലുള്ള ടൈമാണ്. അതായത് 34 ഡിഗ്രി വെയിലുണ്ട്, അത്ര ചൂടുണ്ട്. പക്ഷെ എന്നാലും ചൂടൊന്നും കാര്യമാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ വന്ന സ്ഥിതിക്ക് തന്നെ എൻജോയ് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലോകം മൊത്തം ഒന്ന് കറങ്ങണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വേൾഡ് ട്രിപ്പ് ഈ തായ്ലാൻഡിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തായ്ലാൻഡ് പല പല സ്ഥലങ്ങളും പോയി കാണണം, അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വരണമെന്നുണ്ട്. ഇൻഷാല്ലാ പതുക്കെ ഓരോന്നിടത്തൊക്കെ കറങ്ങാം. അവിടെയുള്ള ഓരോ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. വളരെ ചെറിയ വഴിയിലൂടെയാണ് ഈ ബോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് ഒരു 3 മീറ്റർ വിട്ടുള്ളൂ ഇനി. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. നൈസ്. ഇത് പോയി എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് അറിയണം, കാരണം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഒരു ചെറിയൊരു ഓവർബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഗൈസ്, അപ്പോൾ മെയിനായിട്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഓരോരോ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഓരോരോ ഷോപ്പുകൾ നമുക്ക് കാണാം. അതാണ് മെയിനായിട്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല, ഇതൊക്കെ പൂട്ടിയിട്ടേക്കണേണ്. കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ തുറക്കണത്. അവിടുന്ന് വരുന്ന വഴിക്ക് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കോള് വന്ന്, അതുകൊണ്ട് ആ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയും കുറേ ഉണ്ട്, കുറേ പോകാനുണ്ട് അങ്ങോട്ട്.
കറക്റ്റ് 2 ബോട്ടിൽ പോകാനുള്ള സ്പേസേ ഉള്ളൂ ഇവിടെ ആയിട്ട്. കറക്റ്റ് 2 ബോട്ടിൽ. വാവ്, അടിപൊളി പ്ലാന്റ്സ്. പ്ലാന്റ്സ് നമ്മുടെ വീക്ക്നെസ് ആണ് ഗൈസ്. ആ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ നോക്കണം, തൊട്ട് ബാക്കിലെ ബിൽഡിങ്ങും കൂടെ നോക്കണം. ഫ്ലോട്ട് ചെയ്യണ ബിൽഡിങ് അടിപൊളി. ഒരു പക്ക ഒരു ഓൾഡ് ടച്ചിൽ ഒരു തായ് സ്റ്റൈലിലെ ഒരു വീട്. നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മദ്യം കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഫോട്ടോ സ്നേക്ക് ഇവിടെ ആയിട്ടാണ് മറ്റേ പാമ്പുള്ളത്. പാമ്പിൻ്റെ അടുത്ത് കയ്യിലൊക്കെ പിടിക്കും. അപ്പോൾ പാമ്പിനും കാണല്ല, അതിൻ്റെ ആളെയും കാണല്ല. അല്ലാന്നുണ്ടെങ്കിൽ നോക്കായിരുന്നു ഒരു കൈ. കണ്ടില്ലേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഓരോരോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറേ റൂട്ട് ഉണ്ട് കേട്ടോ. അതായത് മണിക്കൂറുകളോളം നമുക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അടിപൊളി അടിപൊളി. പേടിക്കണ്ട, അത് എന്നോക്കിയല്ല പറയണ, ആ ഡ്രൈവറെ നോക്കിയാണ് പറയണത്. അവരവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിപ്പിക്കാനുള്ള പരിപാടിയാണ്. നോക്കാം എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. Can see never mind, you can shopping. Sure. You see first, my shopping, you can pay card. I'll see. Search your tuition noy. That's a real site. Oh, real? Yes. Oh, that is nice. And that's a put in the bathroom. กี่ชั่วโมงครับที่รัก Okay, flower ആണ് ഇതില്. Open please. Okay. This one. നോക്കട്ടെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ സാധനങ്ങളാണ് ഈ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണത്. How much these? How much? I said 3,500 one box. ഓ 3,500 baht. Yeah. അതായത് നമ്മുടെ നാട്ടിലെ 7,500 8,000 രൂപ വരും. അത്രയും വില വരുന്നുണ്ട് അതിന്. You want? I can discount. ഡിസ്കൗണ്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അമ്മേ, എൻ്റെ മോട്ടർ ഉണ്ടില്ലേ സൈലൻസറൊക്കെ കിളി പോകുന്നത് കണ്ടിട്ട് ഒടുക്കത്തിൽ ലുക്ക്. സത്യം പറഞ്ഞാൽ ഞാനിരിക്കുന്ന ബോട്ടിൻ്റെ സൈലൻസർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഞാനത് എനിക്ക് ഇവിടെ നോക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇവർ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഷോപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കും, മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് നമ്മൾ ഷോപ്പ് ചെയ്യണതിനനുസരിച്ചുള്ള എമൗണ്ടിനനുസരിച്ചുള്ള കമ്മീഷൻസ് ഇവരിക്കുണ്ട്, ഈ ബോട്ട് ഡ്രൈവറിനുണ്ട്. അതുകൊണ്ടിട്ട് ഇവരായിട്ട് ഭയങ്കര ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ അവരുടെ ഷോപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ നിർത്തും എന്തെങ്കിലും ബൈ ചെയ്യാൻ വേണ്ടി. അടുത്ത ഷോപ്പെത്തി. താങ്ക്സ്. My Thai. ഓക്കെ, ഇവിടെ ഒരു റെസ്റ്റോ ബാർ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല വൈബുള്ള റെസ്റ്റോ ബാറാണ്. യോ കൂടുതലും ഷോപ്പ് ചെയ്യണ ഇപ്പോൾ വന്ന ഷോപ്പുകളൊക്കെ മിക്കതും ഈ ഓരോ ആർട്ട് വർക്കുകളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ പ്രത്യേകം ഇത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ഒന്നും എടുക്കരുത്. എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറയാമോ? ഇല്ല, ഒന്നും പറയണില്ല.
ഈ കിടില ആർട്ട് വർക്കൊക്കെ സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നേരിട്ട് തന്നെ കാണണം, അടിപൊളി, ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് പോയനെ കുറേ സാധനങ്ങൾ, പക്ഷെ ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലും നല്ലത് കയ്യും വീശി പോകുന്നതാണ് ഗൈസ്. വൗ. ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു ലുക്ക് കണ്ടിട്ട്. അവൻ്റെ ഒരു ചിരി അതാണ്, ചിലർ കാണുമ്പോൾ മനസ്സിലായി നമ്മുടെ ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, നമ്മുടെ കേരളത്തിലെ പോലെയൊക്കെ തന്നെ ഉണ്ട് തായ്ലാൻഡ്. അതായത് ഈ കൂടുതലും നമ്മുടെ തെങ്ങൊക്കെ ആയിരിക്കും, അതായത് നമ്മുടെ തെങ്ങ്, വാഴ, പിന്നെ അതേപോലെ തന്നെ മാങ്ങ മരം, മനസ്സിലായോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അടുത്ത ഒരു റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അടിപൊളി ഗൈസ്, രസമുണ്ട് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ പോകാൻ. ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടൊക്കെ എന്താ പൊള്ളിലേക്ക് അറിയുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ എനിക്ക് അങ്ങനെ അത്ര വലിയ ചൂടൊന്നും അനുഭവപ്പെടല്ല. അടിപൊളി ഗൈസ്, അടിപൊളി. Wow, hi. Hi. Hear me. I have the coconut ice cream, mango sticky rice, ori mango, mixed mango, coconut water. Oh, nice. Yeah, you can look in this. I make the new one. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള മാംഗോ റൈസ് mango. ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ. Mango, I cut the new one for No. you. ഓക്കെ, നോ താങ്ക്സ്. No thanks. Bye, Okay, bye, bye. thank you. താങ്ക് യു. സാസിക, Bye bye. ബൈ. അമ്മേ ഇതെന്ത് സാധനം?
ഗൈസ് അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഷിനാജ്, അതായത് നമ്മുടെ എഡിറ്റർ ആൻഡ് ഡയറക്ടർ ഷിനാജ് ബ്രോ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി വരുമ്പോഴത്തേക്കും തായ്ലാൻഡിൽ പോയി വരുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുവന്നു ഈ മാക്രീന. ഇതിൻ്റെ അകത്ത് ആ സ്റ്റിക്ക് ഊരിയിട്ട് ഇങ്ങനെ മേത്തിങ്ങനെ അടിച്ച് ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. തവള കയറണ പോലത്തെ സൗണ്ട് ഉണ്ട്. ഹൗ മച്ച്? You like small, medium, big? Big size. I show you. എന്താ തവള കയറണ സൗണ്ട് ഉണ്ട്. അപ്പൊ ഷിനാജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ട് വല്ലത്. ഓക്കെ, അപ്പൊ ഒന്ന് വാങ്ങിക്കണം പറഞ്ഞം. റേറ്റ് ചോദിക്കട്ടെ എത്ര? ഹൗ മച്ച് ഈസ് ബിഗ് വൺ? യാ പടച്ചനെ കൊല്ലുവോ? എന്താ കമ്മീഷൻ ചോദിക്കണ എന്റെ പൊന്നോ. 850 ബാത്ത്. 850 ബാത്ത് നമ്മുടെ അവിടുത്തെ 2000. ഓ വെരി ഹൈ. How much you give me? How much you give me? Man handmade, made from the wood. Yeah, handmade. 350. Yeah. 350 baht. Small size. Small one. Oh, കളിയൊക്കെ പുച്ഛിച്ച് പരീക്ഷിച്ച് കൊല്ലും നമ്മളെ. 350 പറഞ്ഞു. Give me more. No, that big one. A big one, Give me more, please. Final. എൻ്റെ പൊന്ന 700 ബാത്ത്. Big size. എന്തിനാണെന്നറിയോ, നമ്മൾ ഒറ്റടിക്ക് എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കിടത്തേക്ക് വെച്ചിരും. പതുക്കെ വിട്ടിട്ട് തിരിച്ചു തന്നെ വൈക്ക് എടുക്കണം, അതായിരിക്കും നല്ലത്. തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും റേറ്റ് കുറക്കാൻ നോക്കാം നമുക്ക്. 350 no 400 baht. So, man big. 400 baht please. Up more. Please. Again, please. നോക്കാം ലാസ്റ്റ് എന്താ നോക്കട്ടെ. ക്യാമറ ആദ്യം കട്ട് ചെയ്തിട്ട് സംസാരിക്കട്ടെ. Up more, please. ഗൈസ് അവിടെ ആയിട്ട് 400 ബാത്ത് വരെ ഞാൻ പറഞ്ഞ്, അതായത് നമ്മുടെ നാട്ടിലൊരു 1000 റുപ്പീസോളം വരും. അപ്പോഴും അവർ സമ്മതിക്കേണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ ബോട്ട് വിട്ടിട്ട് ഞാൻ റിട്ടേൺ വഴിക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ 400 ബാത്തിന് സമ്മതിച്ചു. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, കാരണം പോണ വഴിക്ക് വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് നോക്കണം, എന്നിട്ട് ഫൈനല് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒറ്റടിക്ക് തന്നെ വാങ്ങിക്കരുത്, കാരണം അതിനെക്കാട്ടിയും നല്ല സാധനം ചിലപ്പോൾ പോണ വഴിക്ക് വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കണമല്ലേ നല്ലത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കാം, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കട്ടെ വേറെ എന്തെങ്കിലും നല്ല കിട്ടുവാണ്. അത്യാവശ്യം ഇപ്പോൾ നമ്മൾ കുറേ ദൂരം പോന്നു. അടുത്ത ആർട്ട് വർക്ക് അടിപൊളി. മോനെ എന്ത് രസമുണ്ട് കാണാൻ അറിയാം ഓരോ ഫ്രെയിം. അടിപൊളി അടിപൊളി. ഗൈസ് ഇവിടെ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ സംഭവം. അവിടെ വെൽക്കം വർക്ക് ഉണ്ട്. നോക്കട്ടെ, ഇവിടെ ഏതാണ്ട് ഒതുക്കണുണ്ട്. ഇവിടെ നിന്ന് വളക്കാനുണ്ട് പോണേന്ന് തോന്നുന്നു. വളക്കാനാണോ ഒതുക്കണമെന്ന് അറിയില്ല. എന്തായാലും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്നെല്ലാം കാണാം.
അതന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു. നോക്കാം എന്താ സംഭവം. ഇവിടെ ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, വുഡനിലും കൈലുവിലൊക്കെ. ഒരു ബുദ്ധിമാന്മാരാ. നമ്മളിവിടെ ഇറക്കുമ്പോഴത്തേക്കും അവർക്ക് അത്രത്തോളം ടൈം കുറഞ്ഞ് കിട്ടും. നമ്മൾ 2 മണിക്കൂറത്തേക്കാണല്ലോ ബോട്ട് എടുത്തേക്കുന്നത്. അത്രത്തോളം ടൈം കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറയും. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, റിട്ടേൺ പോകാമെന്ന് പറയാം. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ നിങ്ങളെയും കൂടി ഇതെല്ലാം കാണിക്കാമല്ലോ. കവണ എന്നാണ് ചവണ എന്നാണ് ഞാനെന്ത് പറയൂലേ, ഞാനൊക്കെ പണ്ട് കവണ എന്നാണ് പറഞ്ഞത്. സോനു അതുപോലെ തന്നെ, സോനുവിന് തായ്ലാൻഡ് ഇതുപോലെ ഫ്രിഡ്ജിലെന്തോ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കർ വേണമെന്ന് പറയണ്ടാവുന്നത്. പക്ഷെ അത് ഞാൻ വേറൊരു ഫ്ലോട്ടിങ് ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോഴത്തേക്ക് 650 ബാത്ത് പറഞ്ഞു. ഭയങ്കര റേറ്റ് പറഞ്ഞു. ഇവിടെയൊക്കെ എന്ത് റേറ്റ് ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഫ്രഷ് കോക്കനട്ട് നെക്ടർ, വെൽക്കം ഫ്രീ ഡ്രിങ്ക്. ഡ്രിങ്ക് ഇവിടെ ഫ്രീ ആണോ? ഉള്ളല്ലോ, പിടിച്ച് നോക്കാം. ഇതെന്ത് സാധനം? ഫുള്ള് കോക്കനട്ടിൻ്റെ ഓരോരോ ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ മാക്രീന്ന് നോക്കണേ, മാക്രി. അവിടെ എന്തും ഉണ്ടാക്കണ്ടല്ലോ, എന്താ സംഭവം? ഓ, അത് അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചേക്കണ ഒരു എന്തോ ഒരു ഷീറ്റ് പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ. നല്ല ശർക്കരയുടെ മണം തന്നെയുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് കട്ടാക്കി എടുക്കില്ല. ഞാനിങ്ങനെ കട്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ എടുക്കും. ഇതുണ്ടോ, ഫാൻ ഇട്ടിട്ട് ഡ്രൈ ആക്കും അവർ. അടിപൊളി, നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നോക്കാം. വാവ്, നല്ല 3D പ്രിന്റ്. നൈസ്. വാവ്, കിടലും നല്ല വൈബുള്ള ഏരിയ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഊഞ്ഞാലൊക്കെ ഇട്ടൊക്കെ ആറ്റി സുനുവും എല്ലാവരും പൊളിച്ചേനെ. സൈവുമൊക്കെ നല്ലൊരു കുളം. ഈ ഒരു ഏരിയ അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. നൈസ്. യെസ് ഗൈസ്, അങ്ങനെ നൈസായിട്ട് ഞാൻ വിടട്ടെ. അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ ആയിട്ട് ബോട്ട് ഉണ്ടാവില്ല. അവൻ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും. മാക്രീനെ കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മാക്രീനെ കാണില്ല. നേർച്ചപ്പെട്ടിട്ടാ. നല്ല അടവളാണ്, സോറി, അടിപൊളി ഡപ്പയാണ് വുഡനിൽ. എനിക്ക് ഈ വുഡൻ, അതായത് വുഡ് ഐറ്റംസ് വെച്ച് ഓരോന്ന് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചേനെ മിക്കതും. കാരണം എനിക്ക് ഇഷ്ടമാണ് ഇതിലൊക്കെ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിലൊക്കെ വെക്കണം. കുറേ ക്ലിപ്പ് ഐറ്റംസ് ഇതൊക്കെ ഉണ്ട്. മാക്രി കളർ മാക്രി. പക്ഷെ കളർ മാക്രി വേണ്ട, ആ വുഡ് ഫിനിഷിങ്ങിൽ തന്നെ കുറച്ചുകൂടെ രസം.
ഗൈസ് ഇത്ര കറങ്ങി നടന്നപ്പോൾ ഇവിടെ ഫ്രീ ഡ്രിങ്ക് ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഡ്രിങ്ക്. നീര പോലത്തെ സംഭവം, നമ്മുടെ അവിടുത്തെ നീരാന്ന് പറയില്ല, അങ്ങനത്തെ സാധനം. ആ ടേസ്റ്റ്. അടിപൊളി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കുടിച്ചപ്പോൾ. അവർ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുഞ്ഞൊരു ഗ്ലാസ് ആയിരിക്കും തന്നത്. അപ്പോൾ ഞാൻ വലിയ ഗ്ലാസ് ചോദിച്ചു അതിന് എത്ര രൂപ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും 30 ബാത്ത് എന്ന് പറയും. 30 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ 70 രൂപ 75 രൂപയോളം വരും. ഞാൻ അപ്പോൾ ഓക്കെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. നോക്കട്ടെ, അടിപൊളി. എൻ്റെ പൊന്നോ, ഇതിനകത്ത് ഫുൾ ഐസാണല്ലോ, ഐസിട്ട് നിറച്ച് കളഞ്ഞല്ലോ. ഐസ് മാത്രം കൂടിപ്പോയി കുറച്ച്. ഗൈസ് അങ്ങനെ ഞാനിത് കുടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് കാണല്ലോ. നോക്കുമ്പോൾ ബോട്ട് ആ സൈഡിൽ ഒതുക്കിയിട്ട് അവൻ അവിടെ റെസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്, ചെറുതായിട്ടത് പേടിച്ചു പോയി. പണി കിട്ടിയാന്ന് വിചാരിച്ചു, വേറെ ബോട്ട് പിടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച്. യെസ്, അങ്ങനെ നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ബോട്ടിൽ കയറി. എന്തൊരു ആശ്വാസം. കുറച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ പോവാം. എൻ്റെ ഫേസൊക്കെ റെഡ് ആയി ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ചൂടിങ്ങനെ അടിച്ചിട്ട്. പക്ഷെ എന്നാലും വലിയ ചൂട് ഫീൽ ചെയ്യണില്ല. പുറത്ത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, ഇവിടെ വെള്ളത്തിൽ കൂടെ ഇറങ്ങണ അത്ര ചൂട് ഫീൽ ചെയ്യണില്ല. ഇവിടെ ഇതേപോലെ തന്നെ സ്പൈസസ് ആണ് ഗൈസ്, ഒരുപാട് സ്പൈസസ് ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു സ്റ്റാളിൻ്റെ ഉള്ളിലുണ്ട്. പുളി ഈ ബോട്ടിൽ ഫുള്ളാളാണ്. അതൊക്കെ രസമായിരിക്കും. അതൊക്കെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുമ്പോൾ ഇതേപോലെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കിളികളെ പോലെ. ഇതൊരു 3 കൂടി ജംഗ്ഷനാണ് ഗൈസ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. ഞാൻ പിന്നെ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളടത്ത് ഇഷ്ടമുള്ള പോലെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് കത്തികളുണ്ടല്ലോ, കത്തികളുടെയൊക്കെ പല ടൈപ്പ് ശേഖരങ്ങൾ. നൈസ് നൈസ്.
അയ്യോ വലിയൊരു ഏരിയയിൽ എത്തിയിട്ടാ. ഇതാണെന്നാണോ ഇത്തിരി വലിയ ജംഗ്ഷനാണ്. ഇത്ര നേരം വന്നതിൽ ഇത്തിരി വലിയ ജംഗ്ഷൻ കണ്ടിതാണ്. 4 കൂടി ജംഗ്ഷൻ, 4 സൈഡിലേക്കും വഴിയുണ്ട്. അടിപൊളി. വലിയൊരു റെസ്റ്റോറൻറ്റ്, അടിപൊളി. അതായത് വന്നിട്ട് കുറച്ച് വലിയ സ്പേസ് കാണുന്നത് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ്. സ്പ്രിംഗ് റോൾ, നല്ല ഫ്രഷ് മാങ്ങ. ഹായ്. ഐസ്ക്രീം, കോക്കനട്ട് ഐസ്ക്രീം. എൻ്റെ പൊന്നോ, എൻ്റെ ഉള്ളിൽ പാമ്പാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് അടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ലൈഫിൽ ഇതിനാണ്ട് വീഡിയോസിൽ മാത്രമേ ഈ സാധനത്തിനൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാൻ പോണ ഫസ്റ്റ് ടൈമാണ്. കാണുമ്പത്തിന് പേടിയാണ്. ഞാൻ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് പാമ്പുകളും. അയ്യോ, ഇത് മറ്റേ എൻ്റെ പേരും മറന്നു ഞാൻ. എൻ്റെ മുന്നോ എൻ്റെ അമ്മ, എന്ത് സാധനം കാണുമ്പോ തന്നെ എന്താ പോലെ വടച്ചോനെ. അയ്യോ, വേറെ ലെവല് സാധനം. 2 ടൈപ്പാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. കയത്തിലിട്ട് ഫോട്ടോ എടുക്കാറ്. എനിക്ക് സത്യം പറയാം ഗൈസ്, എനിക്ക് നല്ല പേടിയുണ്ട്. ഹൗ മച്ച്? അത് റേറ്റ് വെക്കട്ടെ, നമ്മളെ കൊല്ലണ റേറ്റ് ആണെന്ന് അറിയിക്കട്ടെ. 1500 ബാത്ത്. കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കണതിന് 1500 രൂപ. അതായത് നമ്മുടെ ഇവിടുത്തെ 3500 രൂപ വേണം. തൊട്ട് നോക്കട്ടെ ആദ്യം ഈ സാധനത്തിന്. തൊടാനൊക്കെ വലിയ പ്രശ്നമില്ല കേട്ടോ. ചില കഴുത്തിലേക്ക് ഒരു പേടി. സോ
തല സത്യം പറയാം ഗൈസ്, കഴുത്തോടെ നല്ല പേടിയുണ്ട് എനിക്ക്. പക്ഷെ തൊടാനൊന്നും വലിയ പ്രശ്നം തോന്നിക്കില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞ് 200 പാത്തിൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അവർ 300 പാത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പടച്ചോനെ കണ്ടിട്ട് തന്നെ പേടിയാണ്. എനിക്ക് നല്ല പേടിയുണ്ടിട്ടാ. ഞാൻ ഇത് എന്നെ തിരിച്ചൊക്കെ ഇരുത്തുണ്ട്. അല്ലാ ഒരു മിനിറ്റ്. മൊത്തത്തിലൊരു മൂവ്മെന്റ്. എല്ലാരും വിളിച്ച് കാണികളൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ. No hand. One second. No lock. വലിയ പ്രശ്നമില്ല. പുറത്തേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ Em mình chín vàoยังอ่ะ สี่น้องเน้น40 ป้อนกี่ตัว ตัวเดียว แล้วอีกตัวหนึงอ่ะ ตัวยัง โอเค No hand 2 บาทแค่2 บาทพอ No. No That's okay. ഓക്കെ ഇന്ത്യക്കാരൊക്കെയാണ് guys പറയണത്. എനിക്ക് നല്ല പേടിയുണ്ട്. Yeah No hand Look camera Finally, it was ഓക്കെ okay. ഓക്കെมาแล้วโอเค Okay Okay. Thank you എൻ്റെ അമ്മേ, അവസാനം ഞാനൊരു സ്കൂട്ടായി ഗൈസ്. എൻ്റെ അമ്മ അടിപൊളി. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എൻ്റെ പേടി എന്താണെന്നറിയോ, നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടല്ലേ സഡൻ തന്നെ മുഖത്ത് കയറി കടിക്കണത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് നല്ല പേടി ഉണ്ടായിരുന്നു. അതാണ് ഭയങ്കര പേടിച്ച് എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ചിരിച്ചിരിഞ്ഞ് മരിച്ചിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. വേറൊരു ഐറ്റം. നല്ല ഉറക്കമാണ് ആശ, ഭയങ്കര ഉറക്കമാണ്.ขอบคุณค่ะขอบคุณค่ะ എൻ്റെ പൊന്ന് ഗൈസ് ഒന്നും പറയണ്ട. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഈ സാധനം എങ്ങനെയാണെന്നൊന്നും ഞാൻ ഇതുവരെ ടച്ച് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ മേലൊക്കെ ഒരു തര ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ കിടന്നിങ്ങനെ അരിക്കണല്ലേ. അപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യം വന്നിട്ടാ. എന്നിട്ട് രണ്ടാമത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ എടുത്ത് തോളത്തിട്ടിട്ട് ഫോട്ടോ ഒക്കെ ഇടിപ്പിച്ചു അവരെ കൊണ്ടിട്ട്. 200 ബാത്തേ കൊടുത്തുള്ളൂ, 200 ബാത്ത് കൊടുത്തു. അതായത് നമ്മുടെ നാട്ടിലൊരു 500ഓളം വരും. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കത് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാനായി. അയ്യോ, ഫാമിലിക്ക് ഉണ്ടാവണമായിരുന്നു കൂടെ വിറ്റാണ്. എല്ലാവരും കീടി പോയാലും ഒച്ചയും ബോളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ ഒരു ദിവസം ഞാൻ എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എല്ലാവരും കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കും ഇതിൻ്റെയൊക്കെ ഒരു രസം. നൈസ്. ഇത് നല്ല വലിയ സ്പേസ്. ഒരു 1.5 പുളി ഫുള്ള് അയച്ചു. ഞാൻ ആ പുള്ളിക്കാരെ നല്ല പറപ്പിച്ച് വിട്ട് ടേണിട്ടതിന് ശേഷമാണ് എൻ്റെ വീഡിയോ റെക്കോർഡ് ഓണാക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു സിഗ്നൽ എന്നായിരുന്നെങ്കിൽ നേരത്തെ റെക്കോർഡ് ഓണാക്കുമായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു പൊളിയാണ്, മുട്ടൻ പൊളിയാണ് എന്ന് പറഞ്ഞിട്ട്. മോനെ പൊളി. അടിപൊളി. കൊള്ളാറുണ്ട്. ഇത്ര നേരം വന്നില്ല, ഇത് ഇപ്പോഴാണ് ഒരു പൊളി പൊളിച്ചത്.
അവിടെ വരെ ഉള്ളു പോണം. ഇവിടെ നിന്ന് നമ്മൾ വളച്ച് പോണതാ. അടിപൊളി. പോലെ രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ അയ്യർ പൊളി കിടന്ന് കൊള്ളായിരുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പൊ എനിക്ക് സ്പീഡിൽ പോയി ഇഷ്ടമെന്ന് മനസ്സിലായപ്പോ പിന്നെ ഇടക്കിടക്ക് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തൊന്നും ഷോപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് അവർക്ക് സ്പീഡിൽ പോവാം. ആഹാ, ചെരിഞ്ഞിരിക്കണം ചെരിഞ്ഞിരിക്കണം. ബോട്ടിങ് ആയിരുന്നില്ല, അടിപൊളിയായിരുന്നു അടിപൊളി. ആ ഒരു രക്ഷയില്ലാതെ പൊളിയായിരുന്നു പൊളിച്ച്. ശരിക്കും ബോട്ട് കയറിയത് ഞാൻ അവിടുന്ന് 2000 ഭാഗത്ത് നിന്ന് പറയുമ്പോഴേക്കും മടിച്ചാണ് കയറിയത്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് മുതലായി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം എനിക്ക് ആ ഡ്രൈവറിനെ പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് സുഖിച്ചില്ലെങ്കിലും ഇപ്പം ഞാൻ ആലോചിക്കുന്നത് കൊള്ളാം. പുള്ളിക്കാരൻ്റെ വന്നതിൻ്റെ ചാർജ് എടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ എക്സ്ട്രാ ചാർജ് വേറെ ഇതിന് ബോട്ടിങ്ങിനൊക്കെ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. വാവ്, അടിപൊളി. നമ്മളിങ്ങനെ ചെടികളുടെ ആളാണ്. ബോഗൻവില്ല പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ. മോനെ അവിടെ നിന്ന് ഒരു ചേണ്ടാ മോനെ.
ഗൈസ് കിട്ടില്ല ടെമ്പിൾ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടെമ്പിള് ബുദ്ധയുടെ. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അമ്മോ ഭയങ്കര രസമുണ്ട് കാണാൻ. നൈസ് നൈസ് സൂപ്പർ. wow wow wow. അടിപൊളി ഗൈസ്, കിട്ടില്ല ടെമ്പിള്. അങ്ങനെ നമ്മൾ ആ ടെമ്പിളിലേക്ക് ഇറങ്ങി. വാവ് 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 സൂപ്പർ. ഭയങ്കര രസമുണ്ട് കേട്ടോ. ആഹാ, നല്ല അടിപൊളി, നല്ല 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 രസമുണ്ട് കാണാൻ തന്നെ. അയ്യോ ഇതെന്താ ഇത് ഇവിടെ സൗണ്ട് അടിപൊളി. വാവ്. It's okay, it's okay. It's okay. It's okay, no problem. Superb. രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കാണാനൊക്കെ. ഭയങ്കര പീസ്ഫുള്ളാണ്, രസം, ഭയങ്കര രസം. ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കണം. ഇവിടെ ഓരോ പ്ലാൻസുകളും അതിൻ്റെതായ ഓരോ വർക്കുകളും ബിൽഡിങ്ങിൻ്റെയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ അതിൻ്റെ ബോട്ടിലേക്ക് തന്നെ പോവാം. യെസ്, എങ്ങനെ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അവനൊരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഡ്രൈവറാണ്. എന്ത് പോക്ക പോയെന്നറിയോ, ചാലനം പിന്നെ പറഞ്ഞ പോം പോം പോം. താങ്ക് യു. ഓക്കെ. അവിടെ എന്തോ മീനിനെന്താ തീറ്റ കൊടുക്കാമെന്നോ എന്തോ അറിയണ്ട. ഫോറിനേഴ്സ് കവർ ചെയ്ത് എടുത്തിട്ട് പൊളി തുടങ്ങി ഗൈസ്, അടുത്ത പൊളി.
പറക്കള്. ഗൈസ് അങ്ങനെ ഫ്രണ്ട് ഷിനാജിന് വേണ്ടി അവന് ഞാനൊരു മാക്രീനെ വാങ്ങിച്ചിട്ടുണ്ട്. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. 2 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് വാങ്ങിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഫൈനലി ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ മേളിൽ ഇങ്ങനെ നമ്മൾ ഈ വുഡ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കുന്നുണ്ടെങ്കിൽ മാക്രി കറങ്ങുന്ന പോലത്തെ സൗണ്ട് ആയിരുന്നു. കറകറ. അപ്പോൾ ഷിനാജ് ബ്രോ, നിനക്ക് വേണ്ടി തായ്ലാൻഡിൽ നിന്ന് മാക്രി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ കുറേ കറങ്ങി നല്ലൊരു കിടിലൻ ബോട്ടിലൊരു കിഡിലൊരു റൈഡൊക്കെ പോയി. അടിപൊളിയായിരുന്നു. നമ്മുടെ ബ്രോ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവറാണ്. ബ്രോ, യു ആർ എ സൂപ്പർ ഡ്രൈവർ. നൈസ് സ്കിൽസ്. അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്. ഞാൻ ആദ്യം മടിച്ചാണ് ഇതിനിറങ്ങി തിരിച്ചെങ്കിലും പക്ഷേ അടിപൊളി. എനിക്ക് ഞാൻ കൊടുത്ത പൈസ ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രോൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഒരു താങ്ക്സ് പറയാനുണ്ട്. ബ്രോ എന്നെ പറഞ്ഞ് നിങ്ങൾ എമൗണ്ട് ഇത്ര കൊടുത്താലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ശരിയാണ്, ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ബോട്ട് ഓടിക്കുന്ന ഈ ഡ്രൈവർ ബ്രോ അടിപൊളിയായിട്ടുണ്ട്. നല്ല പൊളിച്ചടക്കി. എനിക്ക് സ്പീഡ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും പൊളിച്ചടക്കി. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണില്ല. കാരണം ഇനി റിട്ടേൺ ഞാൻ തിരിച്ച് ബാങ്കോക്ക് പോണവരെ എന്തെങ്കിലും ആയിട്ടൊക്കെ ചെയ്യാം. ബാങ്കോക്ക് വരെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് നമ്മുടെ നാൻബ്രോനെ കാണണ്ടേ. അപ്പോൾ അവിടുന്ന് പുള്ളിക്കാരൻ കൂടെ കാണിച്ചിട്ട് ഇനി എന്തൊക്കെയൊന്ന് കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് സ്ഥലത്തെത്തി. നമ്മൾ ബോട്ടിൽ കയറി അവിടെ തന്നെ റിട്ടേൺ എത്തി. അടിപൊളി. ഓക്കെ, താങ്ക് യു ബ്രോ. ഖപ്പുൻ ഖാ. നൈസ് മീറ്റിംഗ് യു. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു. നൺ ബ്രോ, സൂപ്പർ. താങ്ക് യു. വെരി സാറ്റിസ്ഫൈഡ്. നൈസ്. ഹായ്. ഓ, ഒന്നും പറയണ്ട, ഇതൊക്കെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിരുന്നല്ലേ. ഹൗ മച്ച്? 300 baht. 300 for one. 300 For one. for one 300. ഗൈസ്, അങ്ങനെ 200-ന് 2 ഫോട്ടോ ഫ്രെയിമും കൂടെ വാങ്ങിച്ചു. താങ്ക് യു. ഖപ്പൻ ഖാ. ആക്ച്വലി എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തന്ന സ്ഥിതിക്ക് പിന്നെ എൻ്റെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവർക്ക് അത് വേസ്റ്റ് ആവും. ഞാൻ അതുകൊണ്ടിട്ടാണ് അവർ ഭയങ്കര ആദ്യം 2 കൂടെ 600 രൂപ പറഞ്ഞ് 600 ബാത്ത് പറഞ്ഞ് പിന്നെ ഞാനത് വാങ്ങിച്ചു. കാരണം എൻ്റെ ഫോട്ടോ എടുത്ത് അവിടെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവർക്കത് വെറുതെ വേസ്റ്റ് അല്ലേ. അപ്പോൾ 200 കൊടുത്തിട്ട് വാങ്ങിച്ച് കവറിലാക്കി പിടിച്ച്. ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഫ്രെയിം ചെയ്ത് എടുക്കുന്നത് ഇഷ്ടമല്ല. ഫാമിലി ആയിട്ടുള്ള പിക്കൊക്കെ ആണെങ്കിൽ വീണ്ടും പിന്നെങ്കിലും നമുക്ക് ഓർമ്മക്കായിട്ടൊക്കെ അങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെ കീപ്പ് ചെയ്യരുത്. ബ്രോ, ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നേരെ വിടാം തിരിച്ച്. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൽ കയറി.
നമ്മളിവിടുന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ ഞാൻ റൂമിലേക്ക് പോകുന്ന വിചാരിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇവിടെ ആയിട്ട് എലിഫൻറ്റ് റൈഡൊക്കെ ഉണ്ട്, അപ്പോൾ ആ ഭാഗത്ത് വേണമെങ്കിൽ പോവാം, ജസ്റ്റ് വേണമെങ്കിൽ അത് ഫ്രീ ആണ്, പോയി വെറുതെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കുരുമാനം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കണം, അത് വേറെ വിഷയം. പിന്നെ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും എലിഫൻറ്റ് മേളിൽ കയറാനുള്ള മോഹമൊന്നുമില്ല, എന്നാലും ചുമ്മാ ജസ്റ്റ് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ആയിട്ട് ചാങ് ഫോങ് കാമ്പിലെത്തി. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു. കയ്യിലൊരു സ്റ്റിക്കർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മോനല്ലേ ആന, പുളി പുളി. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ എലിഫൻറ്റ് റൈഡിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റൈഡിന് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എലിഫൻറ്റ് ബാത്തിങ്, അത് ഇത്, പിന്നെ ചാർജ്, ലിഗർ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ, നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഹായ്, You want elephant riding? റൈറ്റ്. You can check first. I have so many program. എലിഫൻറ്റ് റൈഡിങ് വെള്ളത്തിൽ കൂടെ ഒക്കെ ഉണ്ട്. അതായത് ഒരാൾക്ക് 700 ബാത്താണ്. You're 700 baht per person. Yeah. And take a photo with tiger also have. ഇതുണ്ടല്ലേ. പക്ഷേ ഷുവറായിട്ട് ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. എലിഫൻറ്റ് കുട്ടികളാണ്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്കൊക്കെ പോകാനുള്ള ഒറ്റയ്ക്ക് പോകാനുള്ള താല്പര്യമില്ല. എന്നാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് കാണാമല്ലോ. ഇവിടെ നിന്നാണ് മേളിൽ കയറുന്നത്. നമുക്ക് ഈസി ആണ്, നമുക്ക് താഴത്തുനിന്ന് ഇങ്ങനെ പിടച്ചു വെച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. അവരിവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്, ഇതുവഴി കയറി നേടി വന്നിട്ട് അവിടെ നിന്ന് ഈസി ആയിട്ട് കയറിയിരിക്കാം. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ആനകളൊക്കെ, ഫ്രണ്ട്ലി ടച്ച് ആന. കൈ കാണിച്ചുണ്ട് അപ്പൊ തന്നെ. ഹായ്, അതിൽ കൂടെ കയറി ഇതാ അപ്പുറത്ത് കാണുന്ന വഴിയുണ്ട്, അതിൽ കൂടെ അവർ നടന്ന് തിരിച്ച് ഇതിൽ കൂടെ വരും. കുട്ടിയാനകൾ. ചെറിയൊരു വഴിയാണത്, അതിൽ കൂടെയാണ് പോണത്. എൻ്റെ അമ്മേ, ഹായ് ഹായ്. ഞാൻ പേടിച്ചു വരും മഴ കണ്ടപ്പോഴത്തേക്ക്. ഹായ് 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 ഹായ്. അയ്യോ, ഞാൻ കൈ കൊണ്ടല്ലേ, കൈ വെച്ച് പിടിക്കാൻ നോക്കണം, പേടിയായി എനിക്ക്. അത്യാവശ്യം പേടിയൊക്കെയുള്ള കൂട്ടത്തിലാട്ടോ ഞാൻ. ഹായ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അകത്തുണ്ട്. അപ്പോൾ ഈ ടൈം എനിക്ക് ഒറ്റക്ക് പോകാനുള്ളൊരു മൂഡില്ല. എന്തെങ്കിലും ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് അതിലൊക്കെ കയറി പൊളിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടി വെക്കട്ടെ. റിട്ടേൺ കാറിൽ കയറി. പിന്നെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ ഒരു കമ്മീഷനായിരിക്കും വിധിക്കും കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ പറഞ്ഞിട്ട് വരില്ല, അവർ ചെയ്ത വരുമാനം അതൊക്കെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ അതിനൊരു കുറ്റമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലായിട്ട് കുറ്റം ഞാൻ പറയില്ല. എനിക്ക് ആദ്യം ചെന്നിറങ്ങിയപ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു സാഡ് അടിച്ചത്, കാരണം എൻ്റെ അടുത്തൊന്നും അവിടെ നിന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടിട്ട് പറയായിരുന്നു ഇന്ന പോലെ എല്ലാത്തിനും ഓരോ സാധ്യത എന്നുള്ളത്. പിന്നെ എനിക്ക് തന്നെ സ്വയം തോന്നി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്, കാരണം അവരുടെ ജീവിത വരുമാനമാണ് അതൊക്കെ. അപ്പോൾ അവരിങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഗസ്റ്റുകൾക്ക് താല്പര്യമുള്ള പോലെ ഓരോന്നും ചൂസ് ചെയ്താൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലാഭം അവർക്ക് കിട്ടും. അങ്ങനെയാണ്. ഓക്കെ ഞാൻ ബ്രോ, ലെറ്റ്സ് ഗോ. Go back. ഓക്കെ ഞാൻ ബ്രോ, താങ്ക് യു സോ മച്ച്. ബൈ. ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ അങ്ങനെ റൂമിനടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം സേഫായിട്ട് നമ്മളിവിടെ എത്തി. ഓക്കെ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ, അതായിരിക്കും നല്ലത് ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.